ഇന്നലെ ചെങ്കോട്ടയിൽ നടത്തിയ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രദ്ധേയമായ ഒരു പരാമർശമായിരുന്നു ദീമാഗി നക്സൽ എന്ന പ്രയോഗം. നമുക്ക് സായുധരായ നക്സലുകളെ ഇല്ലാതാക്കാൻ കഴിഞ്ഞു, എന്നാൽ തലച്ചോറിൽ നക്സലിസം ശേഷിക്കുന്നവർ ഇന്ത്യയിൽ ഇപ്പോഴും തുടരുന്നു എന്നാണ് രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് മോദി പറഞ്ഞത്. വനാന്തരങ്ങളിൽ കഴിഞ്ഞിരുന്ന സായുധരായ നക്സലുകളെ ഇല്ലാതാക്കാൻ കഴിഞ്ഞെങ്കിലും തലച്ചോറിൽ നക്സലിസം ശേഷിക്കുന്നവർ ഇന്ത്യയിൽ ഇപ്പോഴും തുടരുന്നുവെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. രാജ്യത്തെ അക്രമ വഴിയിലേക്ക് വലിച്ചിഴക്കാൻ ശ്രമിക്കുന്ന ഇത്തരം വ്യക്തികളെ ഒറ്റപ്പെടുത്തണമെന്നും ചെങ്കോട്ടയിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ സംസാരിച്ചു അദ്ദേഹം പറഞ്ഞിരുന്നു. മാവോയിസ്റ്റ് ചിന്താഗതിയുള്ളവർ പൊതുജീവിതത്തിലും വിവിധ സർക്കാർ കമ്മിറ്റികളിലും വർഷങ്ങളായി സ്വാധീനം ചെലുത്തിയിരുന്നു. ഇത്തരം സായുധരായ നക്സലുകളിൽ നിന്ന് രാജ്യത്തെ മുക്തമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ദീമാഗി നക്സലുകൾ ആക്രമണത്തിനുള്ള വഴികൾ ഇപ്പോഴും തിരയുകയാണ്. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിന് ഇത്തരം ആളുകളെ തിരിച്ചറിഞ്ഞ് മാറ്റി നിർത്തണമെന്നും രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യമിട്ടുകൊണ്ട് മോദി പറഞ്ഞു. ഒരു പുതിയ തരം യുദ്ധം ഉയർന്നു വരുന്നുവെന്ന് കൂടി പ്രധാനമന്ത്രി മോദി പറയുന്നുണ്ട്. ആക്രമണങ്ങൾ ഒരു റിഫൈനറി, ബാങ്കിംഗ് മേഖല അല്ലെങ്കിൽ ഒരു ഡാറ്റാ സെന്ററിനെ ലക്ഷ്യം വെച്ചുകൊണ്ടായേക്കാം. അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കപ്പെടാം. ചിലപ്പോൾ ഫാക്ടറികൾ ലക്ഷ്യം വെച്ചേക്കാം. കഴിഞ്ഞ വർഷം ഞങ്ങൾ മിഷൻ സുദർശൻ ചക്ര പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ വേഗത്തിൽ നടക്കുകയാണെന്നും കൂടെ മോദി പറയുന്നു. നക്സലിസം മൂലം ലക്ഷക്കണക്കിന് യുവാക്കളുടെ സ്വപ്നങ്ങളാണ് തകർന്നത്. തോക്കിൻമുനയിൽ രാജ്യത്തിന്റെ വലിയൊരു ഭാഗത്തെയും ജനങ്ങളെയും 4 പതിറ്റാണ്ടോളമാണ് ഇക്കൂട്ടർ ബന്ദികളാക്കിയത്. ഇതിലൂടെ രാജ്യത്തിന്റെ ഭരണഘടനയെ തന്നെ അവർ തകർക്കാൻ ശ്രമിച്ചു. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായുള്ള പോരാട്ടങ്ങളിൽ 3500-ലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെ നമുക്ക് നഷ്ടമായിട്ടുണ്ട്. ഈ കാലയളവിൽ യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ട സൈനികരെക്കാൾ കൂടുതലാണ് ഏറ്റുമുട്ടലുകൾ കൊല്ലപ്പെട്ട പോലീസുകാരുടെ എണ്ണമെന്നും അദ്ദേഹം പറഞ്ഞു. 2014 ആദ്യമായി അധികാരത്തിലെത്തിയപ്പോൾ രാജ്യത്തെ നക്സലിസ്റ്റിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് ഉറപ്പിച്ചിരുന്നു. 80 വർഷത്തെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ന് ഇന്ത്യ നക്സലിസ്റ്റിന്റെ പിടിയിൽ നിന്നും പൂർണ്ണമായി മുക്തമായി കൊണ്ടിരിക്കുകയാണ്. നക്സലിസ്റ്റിന് ഇന്ന് ശ്വാസമെടുക്കാൻ പോലും ശേഷിയില്ലാത്തൊരു അവസ്ഥയാണെന്ന് പ്രഖ്യാപിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും മോദി പറഞ്ഞു. മനസ്സിൽ നക്സൽ ആശയങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകളെയാണ് ദീമാഗി നക്സൽ എന്ന പ്രയോഗം കൊണ്ട് നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്നത്. എന്നാൽ പ്രധാനമന്ത്രിയുടെ പരാമർശത്തിനെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നു. മുൻപ് തന്റെ രാഷ്ട്രീയ എതിരാളികളെ അർബൻ നക്സലുകൾ എന്ന് വിളിച്ചിരുന്ന മോദി ഇപ്പോൾ ദീമാഗി നക്സലുകൾ എന്ന് വിളിക്കാൻ തുടങ്ങിയിരിക്കും. ഇത് അദ്ദേഹത്തിന്റെ കടുത്ത നിരാശയാണ് വ്യക്തമാക്കുന്നത്. ദീമാഗി നക്സൽ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന ആളുകൾ ആവശ്യപ്പെടുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് പിന്നീട് മോദിയുടെ സർക്കാരിന് നടപ്പിലാക്കേണ്ടി വരുന്നത്. രാഷ്ട്രീയ തന്ത്രത്തിലെ മാസ്റ്റർ അബ്യൂസർ ആയതുകൊണ്ടാണ് മോദിക്ക് MA ബിരുദം കിട്ടിയത്. അത് വെറുതെ കിട്ടിയതല്ലെന്നും ജയറാം രമേശ് പരിഹസിച്ചു. മാസ്റ്റർ അബ്യൂസർ ഇൻ എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസ് എന്ന നിലയിലാണ് പ്രധാനമന്ത്രി MA നേടിയതെന്നും അത് വെറുതെയല്ലെന്നും ജയറാം രമേശ് എക്സിൽ എഴുതിയ കുറിപ്പിലും പറയുന്നു.